നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓട്ടോമാറ്റിക് ലോഡ് ഫ്രീക്വൻസി കൺട്രോളിന്റെ ജനറേറ്റർ മോഡലാണ്. ജനറേറ്റർ മോഡലിനകത്ത് നമ്മൾ ആദ്യം ബ്ലോക്ക് ഡയഗ്രം പറഞ്ഞു, പിന്നെ അതിനുശേഷം എന്താണ് ബ്ലോക്ക് ഡയഗ്രം പറഞ്ഞു, അതിനുശേഷം സ്വിംഗ് ഇക്വേഷൻ ഡെറൈവ് ചെയ്തു. അത് കഴിഞ്ഞ് അതിന്റെ ഒരു സിംപ്ലിഫൈഡ് മാത്തമാറ്റിക്കൽ മോഡൽ ലാസ്റ്റ് ഇടയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിന്നാണ് നമ്മൾ ലാസ്റ്റ് എന്ത് കണ്ടുപിടിച്ച ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ലോഡ് മോഡലാണ്. ലോഡ് മോഡൽ ഓട്ടോമാറ്റിക് ലോഡ് ഫ്രീക്വൻസി കൺട്രോളിന്റെ ലോഡ് മോഡലാണ്. നോർമലി റെസിസ്റ്റീവ് ലോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ലൈറ്റിംഗ് ലോഡ്സും ഹീറ്റിംഗ് ലോഡ്സും വരും. റെസിസ്റ്റീവ് ലോഡ്സിന്റെ പവർ എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് എന്തിനും ഇൻഡിപെൻഡന്റ് ആണ്, ഫ്രീക്വൻസിക്ക് ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ പക്ഷേ മോട്ടോർ ലോഡ്സിന്റെ കേസ് വരുമ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വൻസിക്ക് സെൻസിറ്റീവ് ആണ്. റെസിസ്റ്റീവ് ലോഡ്സിന്റെ പവർ എന്ന് പറയുന്ന ഫ്രീക്വൻസിക്ക് ഇൻഡിപെൻഡന്റും മോട്ടോർ ലോഡ്സിന്റെ പവർ എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക് സെൻസിറ്റീവ് ആണ്. നമ്മൾ ലോസസ് എല്ലാം നെഗ്ലക്ട് ചെയ്താൽ ഫൈനലൈസ്ഡ് പവർ എന്ന് പറയുന്നത് അതായത് ഡെൽറ്റ പി ഇ എന്ന് പറയുന്നത് ഡെൽറ്റ പി എൽ പ്ലസ് ഡി ഡെൽറ്റ ഒമേഗ. ഡെൽറ്റ പി ഇ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് പവർ. ഡെൽറ്റ പി എൽ എന്ന് പറയുന്നത് എന്താണ് ഫ്രീക്വൻസി. ഈ ഡെൽറ്റ പി എൽ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ലോഡ് ചേഞ്ച് ആണ്. ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ലോഡ് ചേഞ്ച് അതായത് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യാത്തപ്പോഴുള്ള പവർ ചേഞ്ച് ആണ്, പവർ ഔട്ട്പുട്ട് പവർ ആണ്. ഡി ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്ന ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്തുള്ള ലോഡ് ചേഞ്ചിന്റെ പവർ ആണ്. അപ്പൊ ടോട്ടൽ പവർ എന്ന് ഡെൽറ്റ പി ഇ ടോട്ടൽ ചേഞ്ച് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് പവർ ഡെൽറ്റ പി ഇ ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എൽ. അതായത് ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ലോഡ് ചേഞ്ചിലെ പവറും ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് അതായത് ഫ്രീക്വൻസി സെൻസിറ്റീവ് ലോഡ് ചേഞ്ചിലെ പവറിന്റെയും കൂടെ സമാണ്. ഇതാണ് ലോഡ് മോഡലിനകത്തെ ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ബേസ് ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യണം, അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് അതിന്റെ മാത്തമാറ്റിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്യണം. ഇനി നോക്കുക, ഇവിടെ നമ്മൾ എന്താണ് ഒരു ഡി എന്ന് പറയുന്ന ഒരു ടേം ഒരു ലെറ്റർ കാണുന്നത്. ഡി എന്ന് വെച്ചാൽ ഇവിടെ ഡി റെപ്രസെന്റ് ചെയ്യുന്നത് ഡി എന്ന് വെച്ചാൽ എന്താണ്, രണ്ട് പെർസെന്റേജ് ലോഡിന്റെ പെർസെന്റേജ് ചേഞ്ചും അതുപോലെ ഫ്രീക്വൻസിയുടെ പെർസെന്റേജ് ചേഞ്ചും തമ്മിലുള്ള റേഷ്യോ ആണ്. ഡി എന്ന് പറയുന്നത് ലോഡിന്റെ പെർസെന്റേജ് ചേഞ്ചും ഫ്രീക്വൻസിയുടെ പെർസെന്റേജ് ചേഞ്ചും തമ്മിലുള്ള റേഷ്യോ ആണ് ഡി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ബേസ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അടുത്ത് ചെയ്യേണ്ടത്, അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം. നമുക്ക് ഓർമ്മയുണ്ടോ ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ പി ഇ ഈസ് ഈക്വൽ ടു, ബേസ് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം, ഡെൽറ്റ പി ഇ ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എൽ പ്ലസ് ഡി ഡെൽറ്റ ഒമേഗ. ഒന്നുകൂടെ പറയാം, ബേസ് ഇക്വേഷൻ ഡെൽറ്റ പി ഇ ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എൽ പ്ലസ് ഡി ഡെൽറ്റ ഒമേഗ. ആ ബേസ് ഇക്വേഷൻ എന്തെടുക്കണം, ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. ബേസ് ഇക്വേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡെൽറ്റ പി ഇയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡെൽറ്റ പി ഇ ഓഫ് എസ്, ഡെൽറ്റ പി എല്ലിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡെൽറ്റ പി എൽ ഓഫ് എസ്. ഡി കോൺസ്റ്റന്റ് ആണ്. ഡെൽറ്റ ഒമേഗയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡെൽറ്റ ഒമേഗ ഓഫ് എസ്. അപ്പൊ ഇതാണ് നമുക്ക് ജനറേറ്റർ ലോഡ് മോഡൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ. ലോഡ് മോഡൽ ഡെവലപ്പ് ചെയ്യാനുള്ള ലാപ്ലേസ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തതിന് ശേഷമുള്ള ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഈ ഡെൽറ്റ പി ഇ ഓഫ് എസ് ഈക്വൽ ഡെൽറ്റ പി എൽ ഓഫ് എസ് പ്ലസ് ഡി ഡെൽറ്റ ഒമേഗ ഓഫ് എസ്. ഈ ഇക്വേഷനകത്ത് ഡി എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ജനറേറ്റർ മോഡലിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ആ ജനറേറ്റർ മോഡൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ജനറേറ്റർ മോഡൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഫൈനലൈസ്ഡ് ജനറേറ്റർ മോഡൽ ഡെൽറ്റ പി എം പ്ലസ് മൈനസ് ഡെൽറ്റ പി എൽ പിന്നെ 1/2hs gives ഡെൽറ്റ ഒമേഗ ഓഫ് എസ്. ഇത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയ ജനറേറ്റർ മോഡൽ. ഇതിനകത്ത് എന്ത് ചെയ്യണം, ഈ ഡി ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ ഈ ജനറേറ്റർ മോഡലിനകത്ത് എന്താണ് ഈ ഇക്വേഷനകത്ത് ഡി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, ഡെൽറ്റ പി ഇ ആണെങ്കിലും ഡെൽറ്റ പി എം ആണെങ്കിലും സെയിം തന്നെയാണ്. അപ്പൊ ഡെൽറ്റ പി ഇ ഓഫ് എസ് മൈനസ് ഡെൽറ്റ പി എൽ ഓഫ് എസ് അത്രയും പാർട്ട് ഇവിടെ ഉണ്ട്. ഡെൽറ്റ പി എം പ്ലസ് ഡെൽറ്റ പി എം മൈനസ് ഡെൽറ്റ പി എൽ അത്രയും വരെ ഇവിടെ ഉണ്ട്. ദെൻ നെക്സ്റ്റ്
ഡെൽറ്റ ഒമേഗ എസ് ഇവിടെ ഡെൽറ്റ ഈ ഇക്വേഷനകത്ത് ഡെൽറ്റ ഒമേഗ എസിന്റെ കൂടെ എന്തും കൂടെ വരത്തുള്ളൂ ഡി. ആ ഡി എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് ഇവിടെ കൊടുത്താൽ മതി? ഫീഡ്ബാക്ക് ആയിട്ട് കൊടുത്താൽ മതി. ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കും. ജനറേറ്റർ മോഡലിനകത്ത് ഡി എന്ന് പറയുന്ന വാല്യൂ എന്താണ്? ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഡ് മോഡൽ കിട്ടും. ഇതിപ്പോ ലോഡ് മോഡൽ മാത്രമല്ല, എന്തും കൂടെ വരും? ജനറേറ്റർ മോഡലും ലോഡ് മോഡലും കൂടെ കമ്പൈൻ ചെയ്ത ഫോമാണ്. ഇനി ഈ ലൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. ഈ രണ്ട് ലൂപ്പിനെ സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? 1/2hs ഡിയും സിംപ്ലിഫൈ ചെയ്യാം. നിങ്ങൾ കൺട്രോൾ സിസ്റ്റത്തിൽ പഠിക്കുന്നതാണ്. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്? 1/2hs 1 + 1/2hs d ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫൈനലൈസ്ഡ് ആയിട്ട് സിംപ്ലിഫൈഡ് ലൂപ്പ് കിട്ടും. സിംപ്ലിഫൈഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി എം. ഈ രണ്ട് ലൂപ്പും കൂടെ എന്താണ്? ഈ സിംഗിൾ ലൂപ്പ് ഈ ഫീഡ്ബാക്കിനെ നമ്മൾ മിനിമൈസ് ചെയ്യുമ്പോഴത്തേക്കിന് എങ്ങനെ വരും? ഒരു സിംപ്ലിഫൈഡ് ലൂപ്പായിട്ട് കിട്ടുന്നത് 1/2hs + d എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. അതറിയാം. ഈ ബ്ലോക്കിൽ നിന്ന് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിൽ പഠിക്കുന്നതാണ് 1/2hs 1/2hs + d എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ്. അപ്പോൾ 1/2hs + d gives ഡെൽറ്റ ഒമേഗ എഫ് എസ് എന്ന് കിട്ടും. അപ്പൊ ഇതാണ് സിംപ്ലിഫൈഡ് ലൂപ്പ് എന്ന് പറയുന്നത്. സിംപ്ലിഫൈഡ് ലൂപ്പ് എന്ന് വെച്ചാൽ ഇത് എന്ത് ലൂപ്പാണ്? ജനറേറ്റർ ആൻഡ് ലോഡ് ബ്ലോക്ക് ഡയഗ്രം ആണ് ഇത്. അപ്പൊ നമ്മൾ ആദ്യം ജനറേറ്റർ മോഡൽ പഠിച്ചു, അതിനുശേഷം ലോഡ് മോഡൽ പഠിച്ചു. ലോഡ് മോഡൽ എവിടോട്ട് ഇൻക്ലൂഡ് ചെയ്തു? ജനറേറ്റർ മോഡൽ. അപ്പൊ ജനറേറ്റർ ആൻഡ് ലോഡ് ബ്ലോക്ക് ഡയഗ്രം രണ്ടിന്റെയും കൂടെ കമ്പൈൻഡ് ഫോം നമുക്ക് സിംപ്ലിഫൈഡ് ലൂപ്പായിട്ട് കിട്ടി. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം എന്ന്. ഈ സിംപ്ലിഫൈഡ് ലൂപ്പിനെയാണ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ALFCയുടെ ജനറേറ്റർ മോഡലും പഠിച്ചു, ലോഡ് മോഡലും പഠിച്ചു. ഇനി അടുത്ത് പഠിക്കുന്നത് പ്രൈം മൂവർ മോഡലാണ്.